തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ പൗരത്വ നിയമ ഭേദഗതിയിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നിലപാടിൽ കൂടുതൽ പ്രതിരോധത്തിലായി കേരളത്തിലെ കോൺഗ്രസ്. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറച്ച നിലപാടെടുക്കുമ്പോഴും കൃത്യമായ നിലപാട് പറയാനാകാതെ കുഴയുകയാണ് കോൺഗ്രസ്. വിജിൻ വായന്തോടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. വിജിൻ, പതിവ് പോലെ കോൺഗ്രസിന് ഈ വിഷയത്തിലും ആശയക്കുഴപ്പങ്ങളാണോ? ശരി, വിജിറ്റ് ടെലിഫോൺ കോള് കട്ടായി എന്നാണ് കരുതുന്നത്. എന്തായാലും ഈ പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിൽ ഒരു ഏകാഭിപ്രായം ഇല്ല എന്നത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു എന്നത് തീർച്ചയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രാജ്യമാകെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. ഇപ്പോഴും തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിന് ഇതിൽ വ്യക്തമായൊരു അഭിപ്രായം ഇല്ലാത്തത്. വിജിൻ തുടരുന്നുണ്ട്. വിജിൻ, കേൾക്കാമോ? കീർത്തി, തീർച്ചയായും സി എ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി കേരളത്തിലും ഈ തിരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി നിൽക്കുന്ന വിഷയമെന്ന് പറയുന്നത്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ്. നിയമസഭ തന്നെ സംയുക്തമായി പ്രമേയം പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നിയമ പോരാട്ടവുമായി സംസ്ഥാന സർക്കാർ നേരത്തെ മുന്നോട്ട് പോയി. ഇപ്പോൾ വീണ്ടും ആ വിജ്ഞാപനം നടപ്പിലാക്കാനുള്ള തീരുമാനം വന്നതിന് ശേഷവും സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ മുഖ്യ വിഷയമായി അത് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ഇത് ഒരു വിഭാഗത്തെ പൂർണ്ണമായും രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാനും അത്തരത്തിൽ വർഗീയമായ ഒരു മുതലെടുപ്പിനും ഉള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലൂടെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഒപ്പം തന്നെ LDF ആ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും ഒക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഈ വിഷയത്തിലും നമ്മൾ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ കണ്ട അതേ നിലപാട് ആണ് കോൺഗ്രസ് ഇപ്പോൾ അതിലും ഈ CAA-യിലും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ എന്ത് നിലപാടെടുക്കണം, കൃത്യമായ നിലപാട് എങ്ങനെ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത നിലപാടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നത്. അതാണ് തീർച്ചയായും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെയും കുഴപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായി കാണേണ്ടത് ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ ഈ നിലപാടില്ലായ്മയെ വിമർശിച്ച് രംഗത്തെത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് എടുക്കാൻ ഇപ്പോൾ ഇനി ഏകദേശം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 3 മണിയോടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോലും എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് വ്യക്തതയില്ലാത്ത നിലപാടാണ് ഇപ്പോൾ സംസ്ഥാനത്തെ നേതാക്കളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്ത് തന്നെ വലിയ തരത്തിൽ ഒരു വിഭാഗത്തെ പൂർണ്ണമായും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിക്കാനുള്ള ഈ CAA-യുടെ നീക്കത്തിന് എതിരായി ഒരുമിച്ച് സംയുക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് കോൺഗ്രസ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും CPI-യും LDF-ഉം എല്ലാം ഇതിൽ സമാന മനസ്കരായ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ അണിചേരണം എന്നൊക്കെ വ്യക്തമാക്കുകയും അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാനൊരു ശ്രമം നടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലും അതിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ഒപ്പം തന്നെ KPCC പ്രസിഡന്റിൻ്റെ ചുമതലയുള്ള MM ഹസൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് നിലവിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസിന് രാജ്യത്ത് തന്നെ ഉണ്ട്. അത് കേരളത്തിലെ നേതാക്കൾക്കും ഉണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് നിലവിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം അവർ സ്വീകരിക്കുന്ന ഈ നിലപാടുകൾ തന്നെ. ശരി, വിജയനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.